സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാർ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉള്ള ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിലേറെ ഹ്യൂജ് ലോസിലായിരിക്കും. കോമ്പറ്റീഷൻ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ലീഗൽ സൈഡ് അവരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. ഏറ്റവും ഖേദകരമായൊരു സംഭവം, പലപ്പോഴും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലും അവർക്ക് വേണ്ട കൺസിഡറേഷൻ പോലും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇവരുടെയൊക്കെ സക്സസ് ആക്കാനും ഇവരുടെയൊക്കെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനും പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട. എന്തെങ്കിലും ഒരു കാര്യം, അതൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും, എന്തെങ്കിലും ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഈ പറയുന്ന സ്ട്രാറ്റജി കേട്ടുകൊണ്ട് ഇവാദ് കാസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ അങ്ങനെ ഓപ്പൺ ആക്കും. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത പോലെയാണ്, നിങ്ങൾ നല്ല കോണ്ടന്റ് ഡെലിവർ ചെയ്യൂ. ഞാനും സയ്യിദും കൂടെയുള്ള ബന്ധത്തിലും ഒരുപാട് നാളത്തെ നമ്മുടെ ബന്ധങ്ങളും അതുപോലെ തന്നെ നമ്മുടെ യാത്രകൾ, നമ്മുടെ സ്ട്രാറ്റജികളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ. നിങ്ങളൊരു ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒന്നും മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സയ്യിദിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് പോയേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. സ്മോൾ ആൻഡ് മീഡിയം സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരുടെയൊക്കെ സക്സസ് ആക്കാനും ഇവരുടെയൊക്കെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനും പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട. എന്തെങ്കിലും ഒരു കാര്യം, അതൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും, എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പോൾ അതൊക്കെ ചോദിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യം. ഒരുപാട് സ്ട്രാറ്റജി വേണ്ട, ഒരു സ്ട്രാറ്റജി മതി എന്നാണ്. അല്ലെങ്കിലും ജീവിതത്തിൽ ജയിക്കാൻ കുറേ സ്ട്രാറ്റജിയുടെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും 1-2 സ്ട്രാറ്റജി തന്നെ നല്ലപോലെ അപ്ലൈ ചെയ്താൽ മതി. അതെ. സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാർ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉള്ള ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിലേറെ ഹ്യൂജ് ലോസിലായിരിക്കും. കോമ്പറ്റീഷൻ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ലീഗൽ സൈഡ് അവരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. ഏറ്റവും ഖേദകരമായൊരു സംഭവം, പലപ്പോഴും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലും അവർക്ക് വേണ്ട കൺസിഡറേഷൻ പോലും കൊടുക്കുന്നില്ല. എണ്ണം കൊണ്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരാണ്. ഇപ്പോൾ SME-ക്കാരെ രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ആൾക്കാർ പൊതുവെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ കസ്റ്റമർ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ ശരിക്കും ട്രസ്റ്റ് ചെയ്യുന്നത് ഇബാദ് കെയുടെ പ്രൊഡക്റ്റും സർവീസിനേക്കാളും ഉപരിയായിട്ട് ഇബാദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു പേഴ്സണെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റും ഒരു സർവീസും, ഇപ്പോൾ ലുലു എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സിനെയാണോ യൂസുഫ് അലിയാണോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്? ഒരു പരിധിവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങളുടെ വീടിനടുത്ത് ആട്ട കിട്ടും, മൈദ കിട്ടും, അല്ലെങ്കിൽ തൊട്ടടുത്തത് ആമസോണിൽ നിന്ന് ചിലപ്പോൾ ഷൂ കിട്ടും. പക്ഷെ ഞാൻ ലുലുവിൽ പോയി മേടിക്കുമ്പോഴൊരു എവിടെയോ ആ പേഴ്സണാലിറ്റിയോടുള്ളൊരു ഇമോഷണലി കണക്ഷൻ വെച്ചിട്ടുണ്ട്. മിക്ക ആൾക്കാരും അങ്ങനെയാണ് കേട്ടോ. മിക്ക ആൾക്കാരും അവിടെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, നമുക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അല്ലേ? ഇത് എന്തുകൊണ്ടാന്ന് അറിയുക, അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ വിസിബിലിറ്റി കൂടി ത്രൂ വീഡിയോസ്. ഇബാക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവെ യൂസുഫ് അലിയെ പണ്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷെ അറിയായിരിക്കാം, പഴയ ജനറേഷന് കേട്ടറിഞ്ഞുകൊണ്ടും മറ്റൊരുത്തന്റെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയായിരുന്നു പണ്ട് അറിഞ്ഞിരുന്നുവെങ്കിൽ, യൂസുഫ് അലി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ ആൾക്കാർ അറിയുന്നത് എങ്ങനെയാണ്? യൂസുഫ് അലി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, യൂസുഫ് അലിയുടെ സ്പീച്ചിലൂടെ, അദ്ദേഹത്തിൻ്റെ പല കമൻസിലൂടെയാണ് യൂസുഫ് അലിയെ പലരും അറിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂസുഫ് അലിയുടെ ഒരു കേസ് മാത്രമല്ല, പ്രത്യേകിച്ച് SME സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാർ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി, നിങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള വീഡിയോ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിസിബിലിറ്റി കൂട്ടുക. ഇന്ന് സോഷ്യൽ മീഡിയ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടങ്ങളിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വിസിബിലിറ്റി കൂട്ടാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഈ പറയുന്ന സ്ട്രാറ്റജി കേട്ടുകൊണ്ട് ഇബാദ് കാസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ അങ്ങനെ ഓപ്പൺ ആക്കും. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത പോലെയാണ്, നിങ്ങൾ നല്ല കോണ്ടന്റ് ഡെലിവർ ചെയ്യൂ. നിങ്ങൾ നല്ല കോണ്ടന്റ് കൊടുത്തു, ആൾക്കാർ കേൾക്കും. എന്നിട്ട് അവരുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. ഒരു റിയാലിറ്റി, ഞാൻ മനസ്സിലാക്കിയ റിയാലിറ്റി, കോണ്ടന്റിനോടൊപ്പം തന്നെ വീഡിയോ പ്രൊഡക്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രൊഫഷണൽ ആയിട്ട് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യണം.
അതെ അതെ പല ആൾക്കാർ കാണൂല, സ്കിപ്പ് ചെയ്യും. കാരണം എന്താ, എനിക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി അല്ലേ. ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാം എടുത്ത് റീൽ കണ്ടുകൊണ്ടിരിക്കുക, എനിക്ക് ഇഷ്ടപ്പെടാത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടാത്ത വീഡിയോ ആണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യും. ഒബ്വിയസ്ലി, തീർച്ചയായും. യൂട്യൂബ് ആണെങ്കിലും. അപ്പോൾ ശരിക്കും ബിസിനസ്സുകാർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു വഴി നല്ല വീഡിയോ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നല്ല കോണ്ടന്റ് കയറ്റിയിട്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ വിസിബിലിറ്റി കൂടും, ആ ഓണ്ടർപ്രണർക്കുള്ള കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് കൂടും, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബിസിനസ് കൺവേർഷൻ വരും. അതായത് ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്, അതായത് പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ചെയ്യാനായിട്ട് പലരും വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ പണ്ടെന്നല്ല, ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഈ ബിസിനസ് ഓണേഴ്സ് ഇല്ലേ, ഈ സ്ഥാപനത്തിൻ്റെ ബിസിനസ് ഓണേഴ്സ് അതിൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് വരില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് മാറി. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിലൂടെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ വ്യക്തിയെയും കൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഇലക്ട്രിക്കൽ ബിസിനസ്സുകാരനാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബിസിനസ്സുകാരനാണ്. എനിക്ക് തോന്നുന്നു സിൽവാന്റെ ഓണർ അല്ലേ, എന്താ കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് വെക്കാൻ പറ്റി. കാരണം അദ്ദേഹം ശരിക്കും അതിലൂടെ ആൾക്കാർക്ക് നല്ലപോലെ അവയർനെസ് കൊടുത്തു, അദ്ദേഹത്തിന്റെ വിസിബിലിറ്റി കൂടി അല്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, എനിക്ക് മുസ്തഫയെ നേരിട്ട് അറിയ പോലും ഇല്ല. പക്ഷെ ഞാൻ പോലും സിൽവാല് പോയിട്ട് സാധനം എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും എൻ്റെ വീട് വെക്കുന്ന സമയത്ത്. എന്താ കാര്യം, ഇങ്ങനെയായി വാക്ക്, അതിന്റെ ഒരു നാച്ചർ അങ്ങനെയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയോട് വലിയൊരു എക്സാമ്പിൾ അല്ലേ. ബിക്കോസ് ഓഫ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമായിരുന്നു, നിങ്ങൾ തന്നെ അല്ലല്ലോ അറിഞ്ഞത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയമായി ഇതൊക്കെ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതെന്താണെന്നറിയോ സൈദേ, ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്മാർട്ട് ഫോൺസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ക്യാമറാസ് ആണെങ്കിലും ഇതൊക്കെ അതിനെ സഹായിക്കുന്ന ഡിവൈസുകളാണ്. ഈ ഭയങ്കര വലിയൊരു സിനിമാറ്റിക് പോളിഷ്ഡ് രൂപത്തിലേക്ക് പോകാതെ വളരെ ഡീസൻ്റായിട്ട് കോണ്ടൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഈ കോണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം പോരാ കേട്ടോ, അക്സെപ്റ്റൻസ് ഉണ്ടാകണം. തീർച്ചയായിട്ടും കേൾക്കുന്ന ആൾക്കാർക്കും കാണുന്ന ആൾക്കാർക്കും ഇയാൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടാകണം. അതിന് കുറേ ട്രിക്കുകളുണ്ട്, അതെനിക്കറിയാം, ഞാൻ കൊണ്ടുപോകും. എൻ്റെ അടുത്ത് ഞാൻ അറിയുന്ന ഇബാദത്തെ കുറിച്ച് 4 വാക്ക് പറയുകയാണെങ്കിലേ, ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് കഴിഞ്ഞൊരു 8 വർഷത്തോളം. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇബാദത്തെ ചൂസ് ചെയ്തത്, എനിക്ക് വേറെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് ഇബാദത്തെ ചൂസ് ചെയ്തത്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇബാദക്കയുടെ നല്ല ടീമാണ്. ഇപ്പോൾ ഞാൻ ഇബാദക്കയുടെ ക്യാമറമാൻ പുറത്തിരിക്കുന്നു, നമ്മളെ വിഷ്വൽ നന്നായിട്ട് എടുക്കുന്ന സുബൈർക്ക്. ഞാൻ ഇബാദക്കയുടെ എപ്പോഴും പറയാറുണ്ട്, എന്ത് സുബൈർക്ക് ഉണ്ടെങ്കിലേ ഇബാദക്ക ഞാൻ വരൂ. കാരണം എന്താ, അത് ക്വാളിറ്റിയിൽ വീഡിയോ നല്ലപോലെ വിഷ്വൽ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ഇബാദക്കയുടെ ടീമും മറ്റു ടീമുകളും നല്ലപോലെയാണ്, ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണ്. ഫൈനലി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നല്ല കോണ്ടന്റും നമ്മുടെ വിസിബിലിറ്റി കൂട്ടാൻ നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. സോ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരോട് പറയാനുള്ള വിസിബിലിറ്റി കൂട്ടുക. വിസിബിലിറ്റി കൂട്ടണമെങ്കിൽ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയ നമ്മളെ പ്രൊഡക്റ്റും നമ്മളെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ നല്ല കോണ്ടന്റ് കൊടുക്കുക. എങ്ങനെയെങ്കിലും 4 സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഡിവൈസിൽ പിടിക്കാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇബാദക്കെ പോലത്തെ നല്ല പാത്ത് മീഡിയ കമ്പനീസിനെ അപ്രോച്ച് ചെയ്തിട്ട് അവരെ കൊണ്ട് ഈ പോഡ്കാസ്റ്റ് എനിക്കുള്ള അഡ്വർടൈസ്മെന്റ് ആയിട്ട് നിങ്ങൾ അല്ല, അങ്ങനെയല്ല, നമ്മൾ ഹൃദയം കൊണ്ട് പറയണം. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ നിങ്ങളിത് പറഞ്ഞാൽ പോലും എല്ലാ ആളുകളും ഇതിൽ ശോഭിക്കില്ല. അതായത് ഈ ഒന്നാമത്തെ കാര്യം, ഇതിലൊരു പാഷൻ വേണം. എനിക്കെന്തെങ്കിലും പബ്ലിക്കിനോട് പറയണം എന്നുള്ളൊരു ഒരു 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 താല്പര്യമുള്ളിൽ വേണം. ഇത് ഞാൻ പറഞ്ഞാൽ ഇത് ആളുകൾക്ക് ഇഷ്ടമാകും എന്നുള്ള വിശ്വാസം അവനിൽ തന്നെ വരണം. തീർച്ചയായിട്ടും. അതല്ല എല്ലാവരും വന്ന് നമ്മളുടെ കയ്യിൽ ക്യാമറ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, റോഡുണ്ട്, നല്ല കഥ. ആദ്യം അവനവനിലൊരു വിശ്വാസം വല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ഡോക്ടേഴ്സ് വളരെ നല്ലപോലെ ട്രീറ്റ് ചെയ്യും. എനിക്കറിയാവുന്ന ഞാൻ ഡോക്ടർ പേര് പറയാൻ പറ്റും, നല്ല ട്രീറ്റ്മെൻറ്റാണ്. പുള്ളി ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ കേസുകളും ഭയങ്കര സക്സസ്സാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയുടെ മുന്നിൽ ഒരു ക്യാമറ വെക്കാൻ പറഞ്ഞാൽ പുള്ളി പറക്കും, ഇങ്ങനെ പറയും. അപ്പോൾ അയാൾ ഇതിലേക്ക് മാറാൻ ഇറ്റ്സ് ടേക്ക് ടൈം.
പക്ഷെ അയാൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞു ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല, ഞാൻ ശരിയാകില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. തിരിച്ചുകൊണ്ട് കേട്ടോ, എനിക്ക് കണ്ടൻറ്റുകൾ അറിയാം, പക്ഷേ ഐ ആം ഷൈ, ഞാനത് ശരിയാകുന്നില്ല. അപ്പം നമ്മളവരെ മോട്ടിവേറ്റ് ചെയ്യും, നടക്കും, നിങ്ങൾക്കത് പറ്റും, എല്ലാവരും ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും എനിവേ ഇവൊക്കെ പറഞ്ഞതുപോലെ ഇത് എല്ലാവരെ കൊണ്ടും പോസിബിൾ അല്ല എങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. SMEയിൽ നല്ലപോലെ പ്രസൻറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റും നിങ്ങളെ ബിസിനസ്സിൻ്റെ സർവീസും നിങ്ങളെ തന്നെ വിസിബിലിറ്റി നന്നായിട്ട് കൂട്ടാൻ നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോ പ്രൊഡക്ഷനിലേക്ക് വരികയും നല്ലപോലെ നിങ്ങളുടെ കസ്റ്റമറിലേക്ക് നല്ലപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയാൽ വിശ്വാസം അവർക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അവരുടെ വിസിബിലിറ്റി കൂടി, അവരിലുള്ള ആൾക്കാരുടെ ട്രസ്റ്റ് കൂടി, ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമേഴ്സ് കൂടും, കസ്റ്റമേഴ്സ് കൂടി റവന്യൂ കൂടി, ബിസിനസ് ഇപ്പോൾ ഉള്ളതിൻ്റെ എത്രയോ ഇരട്ടി അതിലൂടെ അറിയാതെ ഗ്രോ ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ നമുക്കൊന്ന് പോഡ്കാസ്റ്റ് ആകട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിൽ വളരെ അടുത്ത എപ്പിസോഡ് നമുക്ക് വേറെ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.